നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു മാർച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ക്രൂരകൃത്യത്തിന്റെ ഒരു കഥയാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് എപ്സ്റ്റീൻ ഫയൽസിന്റെ പുതിയ രൂപങ്ങൾ അല്ലെങ്കിൽ പുതിയ ഡീറ്റെയിൽസുകൾ അടക്കം പുറത്തു വന്നതോടുകൂടി അതിൽ പ്രധാനമന്ത്രിയുടെ പേര് ഏകദേശം 300-ലധികം തവണ പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ചില വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ വരുന്നുണ്ട്. എന്താണ് എപ്സ്റ്റീനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചോദ്യം എന്നുള്ള കാര്യം ശക്തമായിട്ട് വരുന്നതിനിടെയാണ് ഇപ്പോൾ മോദിയുടെ വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് എത്തുന്നത്. യഥാർത്ഥത്തിൽ എപ്സ്റ്റീന്റെ കഥകളിൽ പറയുന്നത് പോലെ കുട്ടികളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന, കുട്ടികളെ അതിക്രൂരമായിട്ട് ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു രീതിയിൽ മോദിയും പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. എപ്സ്റ്റീന്റെ സുഹൃത്തായിട്ട് മോദി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ മോദിയും അതിൽ പങ്കാളിയായിരിക്കും എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുകയാണ്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെട്ടത് എന്തിനാണ് എന്ന് ചോദ്യം ഉന്നയിക്കേണ്ടതുണ്ട്. അത്തരമൊരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ചില വിലയിരുത്തലുകൾ വരുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ ഉള്ളത് ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുടെ പേരുകൾ മാത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എപ്സ്റ്റീൻ ഫയൽസിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡാറ്റാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച്, ഏതെങ്കിലും രാജ്യത്തെ പ്രധാനികളെക്കുറിച്ച്, ബിസിനസ്സുകാരെ കുറിച്ച്, സെലിബ്രിറ്റികളെ കുറിച്ച് ആരെങ്കിലും പരാമർശിച്ച ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിലിൽ ആ പേര് പരാമർശിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നമ്പറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ട് അംബാനി പോലുള്ള ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിനിടയിൽ പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന്. അപ്പോൾ അവിടെ ഒരു പരാമർശമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ മോദിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി പരാമർശങ്ങൾ സന്ദേശങ്ങളിൽ, ഇമെയിൽ സന്ദേശങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേപോലെ തന്നെ മോദി എന്നുള്ള വേർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും എപ്സ്റ്റീൻ ഫയൽസിലൂടെ വ്യക്തമാണ്. അതിനർത്ഥം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ചോദ്യമായി നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ എപ്സ്റ്റീൻ പലപ്പോഴും സംസാരിച്ചു നിന്നത് ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് അതിദാരുണമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയാണ് ഇവർ കോഡുകൾ ഉണ്ടാക്കിയിരുന്നത്. ഉദാഹരണത്തിന് ചീസ് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് എന്ന തരത്തിൽ നിരവധി ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളെയും അവർ നിസാരവൽക്കരിക്കുന്ന ചില വാക്കുകളിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മോദി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതെന്തെങ്കിലും കോഡായിട്ട് ഉപയോഗിച്ചതാണോ എന്ന സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീന് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കും സമാന രീതിയിലുള്ള സംശയങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ വരുന്നത്. ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് വലിയ മാർച്ച് നടത്തുന്നു. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് മോദിയുടെ പേര് മാത്രമല്ല എപ്സ്റ്റീൻ ഫയൽസിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോദി മുതൽ ദീപക് ചോപ്ര വരെ നിരവധി ആളുകളുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയൽസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് പുതിയ രേഖകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്ത് വിടുന്നത്. US നീതിന്യായ വകുപ്പ് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വിടുമ്പോൾ അതിൽ പല ഡീറ്റെയിൽസുകളും കാണാനില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം അതിൽ മോദിയുടെ പേരടക്കമുണ്ട്, പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 30 ലക്ഷം പേജുകൾ അടങ്ങുന്ന 1.80 ലക്ഷം ചിത്രങ്ങൾ അടങ്ങുന്ന 2000-ലധികം വീഡിയോകൾ അടങ്ങുന്ന ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ രാഷ്ട്ര നേതാക്കൾ, നോം ചോസ്കെ ഉൾപ്പെടെ ചിന്തകന്മാരായിട്ടുള്ള നിരവധി ആളുകൾ, ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ലോക കോടീശ്വരന്മാർ തുടങ്ങി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന നിരവധി ആളുകളുണ്ട് എന്നാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന രേഖകളിൽ നിരവധി ഇന്ത്യക്കാരുടെ പേരുകളും പരാമർശിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി, വ്യവസായി അനിൽ അംബാനി, സംവിധായിക മീര നായർ, ആത്മീയ ഗുരു ദീപക് ചോപ്ര തുടങ്ങിയവർ നിരവധി ആളുകൾ ഇത്തരത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിക്കപ്പെട്ട പേരുകളായിട്ടുള്ള പ്രമുഖരാണ്. പുറത്തുവന്ന രേഖകളിൽ പേരുണ്ട്
എങ്കിലും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടോ എന്നത് ഇപ്പോഴും ഇതുകൊണ്ട് അർത്ഥമാക്കാൻ പറ്റില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പല പേരുകളും ചില ഇമെയിലുകളിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എപ്സ്റ്റീൻ രേഖകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് പല മെയിലുകളിലുമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചെന്നാണ് ഇമെയിൽ സന്ദേശത്തിലൂടെ എപ്സ്റ്റീൻ പരാമർശിക്കുന്നത്. തന്റെ നിർദ്ദേശപ്രകാരം മോദി ഇസ്രായേലിൽ പോയി എന്നും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നുമായിരുന്നു പരാമർശം. എന്നാൽ എന്ത് പ്രയോജനമാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ മെയിലിൽ വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന മെയിൽ സന്ദേശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു എന്നും ഇത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിലുള്ള നടന്നിട്ടുള്ള ഇമെയിൽ ചാറ്റുകളുടെ വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തുവന്നെന്നാണ് റിപ്പോർട്ടുകൾ. ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കുമാണ് ഈ ഒരു മെയിൽ നടത്തിയത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. 2014 ജൂൺ മുതൽ 2017 ജൂൺ വരെയുള്ള ഏതാണ്ട് 3 വർഷത്തെ വിവരങ്ങളാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വസതിയിൽ വെച്ച് കുറഞ്ഞത് 3 കൂടിക്കാഴ്ചയെങ്കിലും പുരിയുമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ സൂചനകളായിട്ട് പുറത്തുവരികയാണ്. ഇതിനു പുറമെ സിലിക്കൺ വാലിയിലെ നിക്ഷേപകരുമായി ബന്ധിപ്പിക്കാൻ എപ്സ്റ്റീൻ നിരന്തര ശ്രമങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ആ സമയത്ത് ഔദ്യോഗിക പദവികളൊന്നും വഹിച്ചിരുന്നില്ല എങ്കിലും പുരി ബി.ജെ.പി. അംഗമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച് ശേഷം ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തിങ്ക് ടാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. വ്യവസായി ആയിട്ടുള്ള അനിൽ അംബാനിയുടെ പേരും ഏറ്റവും കൂടുതൽ തവണ ഈ റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ അംബാനി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ അടുത്ത വൃത്തത്തിലെ പ്രമുഖരുമായി ചങ്ങാത്തമുണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് നേതൃത്വം അന്വേഷിച്ചതായി അനിൽ അംബാനി 2017 മാർച്ച് 16 എപ്സ്റ്റീൻ അയച്ച സന്ദേശമാണ് പുറത്തുവന്നിരിക്കുന്നത്. മാർച്ച് 29 അനിൽ അംബാനിക്കുള്ള സന്ദേശത്തിൽ എപ്സ്റ്റീൻ ഇസ്രയേൽ വിഷയം പരാമർശിക്കുന്നു. മോദി ജൂലൈയിൽ ഇസ്രയേൽ സന്ദർശിക്കുമെന്ന് അനിൽ അംബാനി മറുപടി കൊടുക്കുന്നു. പിന്നാലെ ജൂൺ 26 മോദി US സന്ദർശിക്കുന്നത്. ജൂലൈ 6 ഇസ്രയേലും സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതെന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള സംഭാഷണം ആ ഒരു മെയിലിലൂടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് മോദി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ലോക പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ അമേരിക്കൻ ന്യൂ ഏജ് ആത്മീയ ഗുരുവായിട്ടുള്ള ഡോക്ടർ ദീപക് ചോപ്രയുടെ പേരടക്കം എപ്സ്റ്റീന്റെ ഫയലുകളിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2016-18 ഇടയിൽ എപ്സ്റ്റീനുമായി ചോപ്ര നടത്തിയ ഇമെയിൽ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ദീപക് ചോപ്രയും എപ്സ്റ്റീനും തമ്മിലുള്ള പല വിഷയങ്ങളിലും ആശയവിനിമയം നടന്നിട്ടുണ്ട്. രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെ ദീപക് ചോപ്ര വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. താൻ ഒരു കുറ്റകൃത്യത്തിന്റെയും ഭാഗമല്ല എന്നും ആരെയും ചൂഷണം ചെയ്തിട്ടില്ല എന്നും മെയിലുകൾ താൻ ഉപയോഗിച്ച ഭാഷ മോശമായിരുന്നു എന്നും അതിൽ ഖേദിക്കുന്നു എന്നും ദീപക് ചോപ്ര പറയുന്നത്. അതേസമയം സംവിധായികയായിട്ടുള്ള മീര നായരുടെ പേരും 2009 എപ്സ്റ്റീൻ പങ്കെടുത്ത ഒരു പാർട്ടിയിൽ പങ്കെടുത്തതായിട്ടുള്ള തരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബിൽ ക്ലിന്റൺ, ജെഫ് ബെസോസ് തുടങ്ങിയിട്ടുള്ള പ്രമുഖരും പാർട്ടിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എപ്സ്റ്റീന്റെ അതിഥിയായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ പ്രോജക്ട് സ്പ്രിംഗ് ഗാലയുടെ കമ്മിറ്റിയിൽ മീര നായർ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഫയലുകളിൽ മീരയ്ക്കെതിരെ ഒരു ആരോപണവും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ നിരവധി പ്രമുഖരുടെ പേരുകളാണ് എപ്സ്റ്റീൻ ഫയൽസിലൂടെ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ എപ്സ്റ്റീനെതിരെയുള്ള വിമർശനങ്ങൾ ഉള്ളതുപോലെയാണ് കാര്യങ്ങൾ വരുന്നത് എങ്കിൽ മോദി അത്തരത്തിലുള്ള പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ശക്തമാകുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കേന്ദ്രം കൃത്യമായിട്ട് അത് വെറും ആരോപണങ്ങളാണ്, അത്തരത്തിലൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമടക്കം വന്നിരിക്കുകയാണ്. ഇനി രാജ്യത്തിന്റെ തന്നെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിൽ ഇത്തരത്തിൽ മോദിയുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിച്ചതുകൊണ്ട് ഇടയാകുമോ എന്നുള്ള ആശങ്കകളുണ്ട്. എന്തായാലും നിലവിൽ കേന്ദ്രം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്.